അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലിം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ തജ്വീദ് 10ാമത്തെ പാഠഭാഗമാണ്. അദ്ദറസുൽ ആഷിറു അൽ മദ്ദുൽ മുത്തസിൽ. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ മദ്ദിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പാഠത്തിൽ മദ്ദിൻ്റെ വിഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദീർഘാക്ഷരത്തിനു ശേഷം ഒരേ പദത്തിൽ ഹംസ അടുത്ത് വന്നാൽ ഉണ്ടാകുന്ന മദ്ദിന് അൽ മദ്ദുൽ മുത്തസിൽ എന്ന് പറയപ്പെടുന്നു. അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടൽ നിർബന്ധമായതുകൊണ്ട് ഇതിന് വാജിബ് എന്നും പറയപ്പെടും. ഇവിടെ 7 ഹർക്കത്ത്, അതായത് 3½ അലിഫ് വരെ നീട്ടാം. ഉദാഹരണം: ജാ അ, ജീ അ, നബൂ വസ്സമാഇ സീഅത്ത് സൂഉൽ അദാബ്. അൽ മദ്ദുൽ മുൻഫസിൽ. ഒരേ പദത്തിൻ്റെ അവസാനം ദീർഘാക്ഷരവും അതിനോടടുത്ത പദത്തിൻ്റെ ആദ്യത്തിൽ ഹംസും വന്നാൽ ഉണ്ടാകുന്ന മദ്ദിനാണ് അൽ മദ്ദുൽ മുൻഫസിൽ എന്ന് പറയപ്പെടുന്നത്. ഇവിടെയും 7 ഹർക്കത്ത് വരെ നീട്ടാം, നിർബന്ധമില്ല. എന്നാൽ മുൻഫസിലായ മദ്ദുകൾ അടുത്തടുത്ത് വന്നാൽ എല്ലായിടത്തും ഒരേപോലെ നീട്ടണം. ഒരിടത്ത് കൂടുതൽ നീട്ടിയും അടുത്ത സ്ഥലത്ത് നീട്ടാതിരിക്കുകയും ചെയ്യരുത്. ഉദാഹരണം നോക്കിയേ: ലാ ഇലാഹ, അതായത് ദീർഘാക്ഷരം ഇവിടെ വന്നു അല്ലേ? ആദ്യത്തെ പദത്തിൽ ദീർഘാക്ഷരവും വന്നു, രണ്ടാമത്തെ പദത്തിൽ ഹംസും വന്നു. അടുത്ത നോക്കിയേ: ഇന്നാ അഅ്തൈനാക. ആദ്യത്തെ പദത്തിൽ ദീർഘാക്ഷരം വന്നു, രണ്ടാമത്തെ പദത്തിൽ ഹംസും വന്നു. യാ അയ്യുഹ. ആദ്യത്തെ പദത്തിൽ ദീർഘാക്ഷരം വന്നു, രണ്ടാമത്തെ പദത്തിൽ ഹംസും വന്നു. അടുത്തത് യാ വെച്ച് നീട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ: ഇന്നി അഅ്ലമു. അപ്പോൾ ആദ്യത്തെ പദത്തിൽ എന്ത് വന്നു? ദീർഘാക്ഷരം വന്നു, രണ്ടാമത്തെ പദത്തിൽ ഹംസും വന്നു. വഫീ അൻഫുസിക്കും ഇത്തബിഊനി അഹ്ദിക്കും ഖൂ അൻഫുസക്കും തൂബൂ ഇലല്ലാഹ് ഖാലൂ ഇന്നാ. അപ്പോൾ ആദ്യത്തെ പദത്തിലാണ് നീട്ടുള്ളത്, രണ്ടാമത്തെ പദത്തിൽ എന്തും വന്നു? ഹംസും വന്നു. അങ്ങനെ വരുമ്പം എന്ത് ചെയ്യണം? 7 ഹർക്കത്ത് വരെ നീട്ടാം, പക്ഷേ നിർബന്ധമില്ല അല്ലേ? അപ്പോൾ ഒന്ന് നോക്കി. ആദ്യത്തെ പദത്തിൽ നീട്ട് വന്നു, രണ്ടാമത്തെ പദത്തിൽ ഹംസ് വന്നു. അങ്ങനെയാണ് ഈ മദ് ഇവിടെ ഉണ്ടായതല്ലേ? നോക്കി, ഇതിലെല്ലാം അങ്ങനെയാണ്. ഇതാ നോക്കി, ഇവിടെ യാ കൊണ്ടുള്ള നീട്ട്, ഇവിടെ അലിഫ് കൊണ്ടുള്ള നീട്ട്, ഇവിടെ വാവ് കൊണ്ടുള്ള നീട്ട്. ഇങ്ങനെ നീട്ടും അതിനോടൊപ്പം അലിഫ് ഹംസും വന്നതുകൊണ്ടാണ് ഈ മദ് ഇവിടെ വന്നത്. ഇതിനാണ് മുൻഫസിലായ മദ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി 2 മുൻഫസിലായ മദ്ദുകൾ അടുത്തടുത്ത് വന്നാൽ ഒരിടത്ത് നീട്ടിയിട്ട് അടുത്തടുത്ത് നീട്ടാതിരിക്കരുത്, രണ്ടിടത്തും ഒരുപോലെ കൊണ്ടുപോകണം. മനസ്സിലായോ? ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. അൽ മദ്ദുൽ മുത്തസിൽ, അൽ മദ്ദുൽ മുൻഫസിൽ, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ത്? ദീർഘാക്ഷരത്തിനു ശേഷം ഒരേ പദത്തിൽ ഹംസ അടുത്ത് വന്നാൽ ഉണ്ടാകുന്ന മദ്ദിന് അൽ മദ്ദുൽ മുൻഫസിൽ, അൽ മദ്ദുൽ മുത്തസിൽ എന്ന് പറയപ്പെടുന്നു. അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടൽ നിർബന്ധമായതുകൊണ്ട് ഇതിന് വാജിബ് എന്നും പറയപ്പെടും. ഇവിടെ 7 ഹർക്കത്ത് വരെ നീട്ടാം. ഇനി അപ്പോൾ ഇതിൽ ഈ വേർഡൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കണേ. ഒരേ പദത്തിൽ ഹംസ അടുത്ത് വന്നാൽ അതാണ് ഹൈലൈറ്റ്. ഇനി മദ്ദുൽ മുൻഫസിൽ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിയേ: ഒരു പദത്തിൻ്റെ അവസാനം ദീർഘാക്ഷരവും അതിനോടടുത്ത പദത്തിൻ്റെ ആദ്യത്തിൽ ഹംസും വന്നാൽ. അപ്പോൾ ഇവിടെ 2 പദങ്ങൾ വരുന്നുണ്ടല്ലേ? ഒരു പദത്തിൽ അവസാനം ദീർഘാക്ഷരവും വരുന്നുണ്ട്, അടുത്ത പദത്തിൽ ഹംസും വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതിലോ ഒരേ പദത്തിലാണ് ദീർഘാക്ഷരവും ഹംസും വരുന്നത് അല്ലേ? അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഒരേ പദത്തിൻ്റെ അവസാനം ദീർഘാക്ഷരവും
അതിനോടടുത്ത പദത്തിൻ്റെ ആദ്യത്തിൽ ഹംസും വന്നാൽ ഉണ്ടാകുന്ന മദ്ദിനാണ് അൽ മദ്ദുൽ മുൻഫസിൽ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. അൽ മദ്ദുൽ മുത്തസിലിന് വാജിബ് എന്ന് പറയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടൽ നിർബന്ധമായതുകൊണ്ടാണ് ഇതിന് വാജിബ് എന്ന് പറയപ്പെടുന്നത്. മനസ്സിലായോ? മുൻഫസിലായ മദ് അടുത്ത് വന്നാൽ എന്ത് വേണം? മുൻഫസിലായ മദ്ദുകൾ അടുത്തടുത്ത് വന്നാൽ എല്ലായിടത്തും ഒരുപോലെ നീട്ടണം. ഒരിടത്ത് കൂടുതൽ നീട്ടിയും അടുത്ത സ്ഥലത്ത് നീട്ടാതിരിക്കുകയും ചെയ്യരുത്. ഒരിടത്ത് നീട്ടിയാൽ അതുപോലെ തന്നെ അടുത്ത സ്ഥലത്തും നീട്ടണം എന്നാണ് പറയുന്നത്. പാഠഭാഗവും ചോദ്യോത്തരങ്ങളും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു പാഠഭാഗവുമായി കാണും വരെ മഅസ്സലാമ.